അവർ ഹിമഗിരിയുടെ അനന്തതയിലേക്ക് നടന്നു നീങ്ങുന്നത് കാളിദാസൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. പാണ്ഡവരും ഇങ്ങനെയാകും മഹാപ്രസ്ഥാനം നടത്തിയത്. തിരിച്ചു വരാത്ത യാത്ര. പക്ഷേ എല്ലാവരും ഇവിടെയോളം എത്തിയില്ല. യുധിഷ്ഠിരൻ മാത്രമാണ് തളരാതെ മുന്നോട്ടു പോയത്. അർജുനൻ ഗന്ധർവലോകത്ത് പോയി വന്നതാണ്. മഹാഭാരതത്തിൽ പറയുന്നതായി ഋഷി ശാലിഭദ്രൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സാധ്യമാണോ? പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നാണ് ഋഷി പറഞ്ഞത്. ഒരുപക്ഷെ അർജുനൻ തിരിച്ചു വന്നു കാണും. അതിനുള്ള കഴിവുണ്ടായിരുന്നിരിക്കും. ആ യാത്രാപഥം നോക്കി വണങ്ങിയ ശേഷം കാളിദാസനും കൂടെയുണ്ടായിരുന്നവരും തിരികെ നടന്ന് മഹാകൗശിക നദിയുടെ അടുത്തെത്തിയപ്പോൾ ഋഷിമാരിൽ ഒരാൾ വിശദീകരിച്ചു. സുഹൃത്തുക്കളെ, അതാ നോക്കൂ, നദീതീരത്ത് ഉയർന്നു കാണുന്ന ആ ശിലാതടം. അവിടെ നിന്നുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് യോഗാവസ്ഥയിൽ വീക്ഷിച്ചാൽ ആ സേതു ഹിമാചലം, ഭൂവിഭാഗങ്ങളും ഇന്ദു സരോവരവും ദൃശ്യമാകും. സപ്തർഷികൾ അരുന്ധതി സമേതരായി ശ്രീ പാർവതിയെ മഹാദേവന് വധുവായി അഭ്യർത്ഥിക്കാൻ ഹിമവാന്റെ അടുത്ത് ഔഷധി പ്രസ്ഥാനത്തിലേക്ക് പോയപ്പോൾ അവിടെയാണ് പിനാകപാണി സപ്തർഷികൾ തിരികെ വരും വരെ കാത്തുനിന്നത്. താഴെ അഗാധതയിൽ പാഞ്ഞൊഴുകുന്ന നദിയിലേക്ക് തള്ളി നിൽക്കുന്ന ശിലാതലം. മഹർഷിമാർ മുന്നോട്ട് നടന്ന് ശിലാതലത്തിൽ എത്തിനിന്നു. കാളിദാസനും പിന്നാലെ എത്തി. അവിടെ നിന്ന് അനന്തവിദൂരതയിലേക്ക് നോക്കി. താഴെ അനന്തമായി കിടക്കുന്ന ഹൈമവത ഭൂവിനപ്പുറത്ത് ഒന്നും ദൃശ്യമല്ല. അനന്തമായ ശൂന്യത. ആ സേതു ഹിമാചലം ദൃഷ്ടിഗോചരമാകുവാൻ യോഗശക്തി ഉപയോഗിക്കണമെന്നാണ് ഋഷി പറയുന്നത്. ഇല്ല, തൻ്റെ തപസ്യ അതിനുള്ള ശക്തി തനിക്ക് നേടിത്തന്നിട്ടില്ല. ശാലിഭദ്രൻ കാളിദാസൻ്റെ അടുത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, ദാസ, അത് സാധാരണ യോഗികൾക്ക് സാധ്യമായ കാര്യമല്ല. ഈ അനന്തവിദൂരതയിൽ ആർഷഭൂമി, നദികളും പർവ്വതങ്ങളും താഴ്വരകളുമായി കുമാരി ദേവിയുടെ ചരണകമലങ്ങൾ കഴുകുന്ന മഹാസമുദ്രങ്ങളുടെ ത്രിവേണി സംഗമത്തോളം നീണ്ടുകിടക്കുന്നതാണ്. നീ ഈ ആർഷഭൂമിയെ അറിയാൻ നദികളും പർവ്വതങ്ങളും കടന്ന് യാത്ര ചെയ്യണം. കിഴക്ക് പ്രാഗ്ജ്യോതിഷ്പുരത്തിനപ്പുറം ബ്രഹ്മദേശത്തോളവും പടിഞ്ഞാറ് ഗാന്ധാരത്തോളവും തെക്ക് മഹാനഗരത്തോളവും വ്യാപിച്ചു കിടക്കുന്ന ഈ ഭാരതവർഷത്തെ അറിയണം. അതിന് യാത്ര ചെയ്യുക തന്നെ വേണം. യോഗശക്തിയാൽ എവിടെയും എത്താം. പക്ഷേ ജനത്തെയും ജീവിതത്തെയും കണ്ടറിഞ്ഞ് പ്രകൃതിയെ അനുഭവിച്ച് നേടുന്ന ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അവിടെ നിന്ന് നോക്കിയാൽ ഗിരിശൃംഗങ്ങളുടെ മറയില്ലാതെ അനന്തതയിലേക്ക് ദൃഷ്ടി പായിക്കാം എന്ന വൈശിഷ്ട്യമേ ഉള്ളൂ. മഹർഷി മഹാപത്മൻ പറഞ്ഞു, കാശി, മഗധം, വിദിശ, മാളവം, സുക്മം, വങ്കം, ഉൽക്കലം, കലിംഗം, പാണ്ഡ്യം തുടങ്ങി ഏതെല്ലാം ദേശങ്ങൾ. അവിടെയെത്താൻ ഗംഗ, കപിശം, നർമ്മദ, കാവേരി, താമപർണി തുടങ്ങി ഏതെല്ലാം നദികൾ കടക്കണം, ഏതെല്ലാം ഗിരിശൃംഗങ്ങൾ താണ്ടണം. ഋതുക്കൾ മാറി മാറി വരും. ചിലയിടത്ത് കൊടിയ വേനൽ അനുഭവിക്കേണ്ടി വരും. ചിലയിടത്ത് പേമാരിയും വെള്ളപ്പൊക്കവുമായിരിക്കും. എല്ലാം കാണുകയും അറിയുകയും ചെയ്യാം. അതേ ഗുരു, എനിക്ക് ഈ യാത്ര തുടരുക തന്നെ വേണം. കാളിദാസൻ പറഞ്ഞു. നാം ഇനി ഹൈമവത ഭൂവിൽ നിന്ന് മടങ്ങുകയാണ്. കപിലവസ്തുവിലേക്ക്, അവിടെ നിന്നും പ്രാഗ്ജ്യോതിഷ്പുരത്തിലേക്ക്, പിന്നെ കാശിയിലേക്ക്. ഹിമവൽ ശൃംഗങ്ങളുടെ മടിത്തട്ടിലെ കപിലവസ്തു ലക്ഷ്യമാക്കി ഋഷി ശാലിഭദ്രനും കാളിദാസനും മറ്റുള്ളവരും യാത്ര തുടർന്നു. ഈറനണിഞ്ഞാണ് കാളിദാസൻ മാളവത്തിൻ്റെ മണ്ണിൽ കാൽ കുത്തിയത്. തിമിർത്തു പെയ്ത മഴ സാർത്ഥവാഹക സംഘം ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. നനഞ്ഞുവെങ്കിലും മാളവത്തിൻ്റെ മണ്ണിലെ മണം നാസാദ്വാരങ്ങളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാളിദാസൻ്റെ മനം നിറഞ്ഞു. കണ്ണുകളും സന്തോഷമായി ഈറനായി. വർഷങ്ങളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം മാളവത്തിൻ്റെ മണ്ണിൽ കാൽ കുത്തുമ്പോൾ കാളിദാസൻ്റെ മനസ്സിൽ ഉജ്ജയിനി എന്ന കീർത്തികേട്ട നഗരമാണുണ്ടായിരുന്നത്. മാളവത്തിൻ്റെ രാജധാനി അവിടെയാണ്. അതിർത്തി കടന്ന ശേഷം 4 നാഴികയോളം നടന്നിരിക്കുന്നു. ഇന്നിനി യാത്ര പറ്റില്ല. സന്ധ്യയോടടുക്കുന്നു. നാളെ പ്രഭാതത്തിൽ യാത്ര തുടർന്നാൽ വൈകും മുമ്പ് ഉജ്ജയിനിയിലെത്താം. വാണിക സംഘങ്ങളുടെ സ്ഥിരം താവളങ്ങളിലൊന്ന് അടുത്തു തന്നെയുണ്ട്.
അവിടെ രാത്രി തങ്ങാം. ഹരിദത്തൻ്റെ സഹായത്തോടെ കാളിദാസൻ ഉറങ്ങാൻ ഇടം കണ്ടെത്തി. രാത്രിയിൽ കാളിദാസന്റെ മനസ്സിൽ ഉജ്ജയിനിയായിരുന്നു. ഉജ്ജയിനി ഉത്തരായനാന്ത്യത്തിൽ മധ്യാഹ്ന സൂര്യൻ ഉച്ചിയിൽ എത്തുന്ന സ്ഥലം. കാലഗണനയ്ക്ക് വിശേഷാൽ പ്രാധാന്യമുള്ള ഇടം. യാത്രയിൽ പലയിടത്തും വെച്ച് ഉജ്ജയിനിയുടെ ഖ്യാതി കാതുകളിലെത്തുകയുണ്ടായി. അവന്തി, അവന്തിക, വിശാല, പത്മാവതി, ഭോഗവതി, ഹിരണ്യവതി എന്നെല്ലാം അറിയപ്പെടുന്ന പുണ്യഭൂമി, മഹാകാലേശ്വരൻ്റെ ഭൂമി. ഇപ്പോൾ ധീരനും പ്രജാക്ഷേമ തത്പരനുമായ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഭരണം കൊണ്ട് എല്ലാ അർത്ഥത്തിലും കീർത്തി നേടിയ ഉജ്ജയിനി സാഹിത്യത്തിനും കലകൾക്കുമെല്ലാം പ്രോത്സാഹനം നൽകുന്ന ഭരണമാണ്. ജ്ഞാനികളെ ആദരിക്കാൻ അദ്ദേഹത്തിനറിയാം.